അപ്പം ചങ്ങായിമാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഉറക്കൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ നാലാളും കൂടി ഹറമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. മുത്ത് ഹബീബിൻ്റെ ചാരത്തേക്കാണല്ലോ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ഈ പ്രവാസികൾ, സൗദി അറേബ്യയിൽ ജോലി ചെയ്ത പ്രവാസികൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മദീനയിൽ വരാൻ പറ്റും, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഞങ്ങളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇതാ ഇവരാണ് ആൾ, നമ്മുടെ സുഹൃത്തിൻ്റെ അനിയനാണ്. അവൻ ആദ്യമായിട്ടാണ് മദീനയിൽ വരുന്നത്. അവൻ ഞങ്ങളിലും കൂടി സന്തോഷത്തിലാണ്. ഏതായാലും ഞങ്ങൾ നാലാളും കൂടി അൽഹംദുലില്ലാ അങ്ങനെ ഹറമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മസ്ജിദുൽ ബിലാൽ. ഇവിടെയാണ് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടെ ആകുമ്പോൾ പിന്നെ പാർക്കിംഗ് ഫ്രീ കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. അങ്ങനെ ഇതിലൂടെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹറമിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 9:30 മണി ടൈമായിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ ചൂട് വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹറമിലെത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും ഹറമിൽ. അതുകൊണ്ട് നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലിന് നല്ല ചൂട്, ഏകദേശം കുഴപ്പമില്ലാത്ത ചൂടുണ്ട്. പക്ഷേ ഹബീബിൻ്റെ ചാരത്തേക്കാണല്ലോ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ചൂടൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല. അത് വല്ലാത്തൊരു സന്തോഷമാണ് ഹബീബിൻ്റെ ചാരത്തേക്ക് പോകുമ്പോൾ. എത്ര വന്നാലും എത്ര കണ്ടാലും കൊതി തീരാത്ത, മതി വരാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഈ പുണ്യ മദീന മാത്രമാണ്. ലോകത്തുള്ള ഓരോ ഇസ്ലാം മത വിശ്വാസികളും ഒരു വട്ടമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ എൻ്റെ ഈ മുത്ത് ഹബീബിൻ്റെ ചാരത്താണ്. ഈ പച്ചക്കുബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ലോകത്തിൻ്റെ രാജകുമാരനെ കാണാൻ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ഇസ്ലാം മത വിശ്വാസികൾ ഉണ്ടാകില്ല ലോകത്ത്. ഞങ്ങളിങ്ങനെ ഹറമിലെത്തി. ഞങ്ങൾക്ക് റൗദയിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ 10:30 ഞങ്ങൾ ടൈം കിട്ടിയിട്ടുള്ളത്. അപ്പം 9:50 ആകുമ്പോൾ ഞങ്ങൾക്ക് സ്കാൻ ചെയ്യണം. അപ്പോൾ അതുപോലെ കുറച്ച് ടൈം ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങളേതായാലും വിചാരിച്ചു ഇനി ഏതായാലും നമുക്ക് ഹബീബിൻ്റെ അടുത്ത് പോയി സലാം പറഞ്ഞിട്ട് വരാം എന്ന് വിചാരിച്ചു. സലാം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റൗദയുടെ മുന്നിൽ കൂടി നമുക്ക് സലാം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ സലാം പറയാനുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പച്ചക്കുപ്പ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ കണ്ണിന് വല്ലാത്തൊരു കുളിർമയാണ്. ഒരുപാട് പേര് ഉണ്ട് സലാം പറയാൻ. ഈ വഴിയിലൂടെയാണ് സലാം പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് സലാം പറയുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം.